പനിച്ചു വിറയ്ക്കുകയാണ് സംസ്ഥാനം. ഒരു മാസത്തിനിടെ 2.5 ലക്ഷം പേരാണ് വിവിധ പകർച്ചപ്പനി ബാധിച്ച് ചികിത്സ തേടിയത്. കണക്കുകൾ വിശദമായി നോക്കാം. ജൂൺ മാസം മാത്രം പനി ബാധിതരുടെ എണ്ണം 2,45,000 ജീവൻ നഷ്ടമായത് 75 പേർക്കാണ്. എലിപ്പനി ബാധിച്ചവരുടെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ 279 പേർക്കാണ് എലിപ്പനി ബാധിച്ചത്. അതിൽ മരണം 18. എലിപ്പനി ബാധിച്ച് മരിച്ചു എന്ന് സംശയിക്കുന്ന 15 പേരുമുണ്ട്. ഡെങ്കിപ്പനിയുടെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ രോഗം ബാധിച്ചത് 2207 പേർക്കാണ്. മരണം സ്ഥിരീകരിച്ചത് 4 പേർക്ക്. മരണം സംശയിക്കുന്നത് 13 പേർക്കാണ്. അതിഗുരുതരമാണ് മഞ്ഞപ്പിത്തത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്, പ്രത്യേകിച്ചും മലപ്പുറത്തടക്കം. രോഗം ബാധിച്ചത് 567 പേർക്ക്, മരണം 9. കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മലപ്പുറത്ത്. കണക്കുകൾ ഇങ്ങനെയാണെന്നിരിക്കെ സംസ്ഥാനത്ത് ഗുരുതര സാഹചര്യം ഇല്ല എന്നാണ് മന്ത്രിയുടെ വാദം. നമ്മൾ 2020-21 ഒരു കണക്കെടുത്ത്, അതായത് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി നിലവിൽ വന്നതിന് ശേഷം വിവിധങ്ങളായിട്ടുള്ള, അതിനു മുമ്പുള്ള ചിസ്, പിന്നെ വിവിധങ്ങളായിട്ടുള്ള സ്കീമുകൾ ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയിൽ നമ്മൾ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്നത്. മഞ്ഞപ്പിത്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ സംസ്ഥാനത്ത് ഒരു പൊതു അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ആരോഗ്യവകുപ്പ് ശ്രമിച്ചിട്ടുണ്ട്. ആരോഗ്യവകുപ്പിന്റെ പകർച്ചപ്പനി പ്രതിരോധം പാളിയെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. വിഷയം അടിയന്തര പ്രമേയമായി സഭയിലും ഉന്നയിച്ചു. ഏത് രോഗമുണ്ടാകുന്നതിനും ഉള്ള ഒരു പ്രോൺ ഏരിയയായി കേരളം മാറി. സാറേ, 12 കോടി രൂപ കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് പ്ലാൻ ഫണ്ടിൽ 12 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. 12 കോടി രൂപ ഇതിനെ നിയന്ത്രിക്കാൻ. ഇന്നത്തെ ചെലവ് എത്രയെന്നറിയാം? ഇന്ന് വരെ നോക്കിക്കഴിയുമ്പോൾ 0.08% ഇതാണ് പ്ലാൻ ഫണ്ടിൽ നിന്ന് സാംക്രമിക രോഗങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ചെലവാക്കിയിരിക്കുന്ന പണം. മഴക്കാലമായതോടെ ജീവനെടുക്കുന്നതിൽ എലിപ്പനിയാണ് മുന്നിൽ. അതുകൊണ്ട് തന്നെ അതിജാഗ്രത വേണം. പനിയും മറ്റ് രോഗലക്ഷണങ്ങളും ഉള്ളവർ സ്വയം ചികിത്സ നടത്തരുതെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നു. AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.